ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന റബ്ബർ ഗ്യാസ്കറ്റ് എങ്ങനെ നിർമ്മിക്കാമെന്നാണ്. അപ്പോൾ എൻ്റെ വർക്കാനായിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് ഈ കാണുന്ന റബ്ബർ ഷീറ്റാണ്. അപ്പോൾ ഈ കാണുന്ന റബ്ബർ ഷീറ്റിലാണ് നമ്മൾ ഗ്യാസ്കറ്റ് നിർമ്മിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ കാണുന്ന ഷീറ്റിൽ നിന്ന് നമ്മൾ കുറച്ച് പീസുകൾ നമുക്ക് കട്ട് ചെയ്തെടുക്കണം സ്ക്വയറായിട്ട്. അതായത് നമുക്ക് ഏത് ഫ്ലാഞ്ചിൻ്റെ സൈസിലാണോ വേണ്ടത് ആ ഫ്ലാഞ്ചിനായിട്ട് കുറച്ചുകൂടെ വലുതായിട്ട് നമുക്ക് കുറച്ച് സ്ക്വയർ പീസുകൾ നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ കാണുന്ന പീസുകളൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആ കട്ട് ചെയ്ത പീസിനകത്ത് നമ്മുടെ ഏത് സൈസിലുള്ള ഫ്ലെയിഞ്ചാണോ അത് നമ്മൾ മാർക്ക് ചെയ്യണം. ഇപ്പോൾ ഈ മാർക്ക് ചെയ്ത് നിങ്ങൾ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് ആ മാർക്ക് ചെയ്ത പോർഷനോടെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ സെയിം ഏത് സൈസാണ് വേണ്ടത് അത് നമുക്ക് കിട്ടും. ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇതിപ്പം കട്ട് ചെയ്ത് നമുക്ക് കുറച്ച് സ്പീഡിൽ കാണിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഹോൾ ഇടണം. അപ്പോൾ ആ ഹോളിലോട്ടാണ് നമ്മുടെ നട്ട് ബോൾട്ട് നമ്മൾ ടൈറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഹോൾ നമ്മൾ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താഴെ നട്ട് വെക്കുന്നു, അതിൻ്റെ ടോപ്പിലോട്ട് നമ്മൾ ഈ ഷീറ്റ് വെച്ചിട്ട് നമ്മുടെ ബോൾട്ടോട് നമ്മൾ അടിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇതിന് ആ സെയിം സൈസിൽ, അതായത് നമ്മുടെ ബോൾട്ടിൻ്റെ സെയിം സൈസിൽ അവിടെ ഹോൾ വീഴും. എന്നിട്ട് അതിനകത്തോടാണ് നമ്മുടെ നട്ട് ബോൾട്ട് നമ്മൾ കയറ്റിയിട്ട് ടൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഹോളും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ്കറ്റിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ 3 mm ഗ്യാസ്കറ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗ്യാസ്കറ്റിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്യാസ്കറ്റ് ഇനി എവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഫ്ലെയിഞ്ചുകൾ, അതായത് 2 ഫ്ലാഞ്ച് വരുമ്പോഴത്തേന് അതിൻ്റെ ഗ്യാപ്പ് വാട്ടർ ലീക്കേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ നമ്മുടെ ഗ്യാസ്കറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മളൊരു ഫ്ലെയിഞ്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ടോപ്പിലോട്ട് നമ്മുടെ ഗ്യാസ്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് ഹോൾ കറക്റ്റ് ആയിരിക്കണം, നമ്മുടെ നട്ട് ബോൾട്ട് ടൈറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ വീണ്ടും അതിൻ്റെ അടുത്ത ടോപ്പിലൂടെ നമ്മൾ അടുത്ത ഫ്ലാഞ്ചോട് വെച്ച് കൊടുക്കും. അതായത് 2 പൈപ്പുകൾ നമ്മൾ കണക്ഷൻ ചെയ്യുന്നിടത്ത് നമ്മളവിടെ ഫ്ലാഞ്ച് നമ്മൾ പൈപ്പിൽ വെൽഡ് ചെയ്യും. എന്നിട്ട് ആ ഫ്ലാഞ്ച് തമ്മിലാണ് നമ്മൾ നട്ട് ബോൾട്ട് ടൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ടൈറ്റ് ചെയ്യുമ്പോഴത്തേന് അതിൻ്റെ സെൻട്രലിലോട്ട് വെക്കാനാണ് നമ്മൾ ഗ്യാസ്കറ്റ്. അതായത് ടൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഗ്യാസ്കറ്റ് നല്ല ടൈറ്റും വാട്ടറിലേക്ക് ഇതൊന്നും വരത്തില്ല. ഇതിപ്പോൾ നല്ലൊരു എക്സാമ്പിൾ കാണിക്കുകയാണ്. 2 പൈപ്പാണ്. പൈപ്പിൻ്റെ 2 സൈഡിൽ നമ്മൾ ഫ്ലെയിം വെച്ച് നമ്മൾ വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെൻട്രലാണ് നമ്മുടെ ഗ്യാസ്കറ്റ് വരുന്നത്. ഇതിപ്പം ഗ്യാസ്കറ്റ് ചെയ്ത് വെച്ചൊരു പോർഷനാണ്. 2 പൈപ്പും ഗ്യാസ്കറ്റും വെച്ചിട്ട് അതിനകത്ത് സൈഡിൽ കൂടെ അതിൻ്റെ സെൻറ്ററിൽ കൂടെ നമ്മൾ നട്ട് ബോൾട്ട് വെച്ച് നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ചെയ്തൊന്ന് കാണിച്ചതാണ്. ഓക്കെ, അപ്പം ഇതാണ്. അപ്പോൾ നമ്മുടെ സൈഡിൽ എങ്ങനെയാണ് ഗ്യാസ്കറ്റ് നിർമ്മിക്കുന്നതിനുള്ള ചെറിയൊരു വീഡിയോ ആണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചെയ്ത വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളോ പോരായ്മകളോ നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും ഐഡിയകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്ന എല്ലാവർക്കും ബൈ.